കീഴൂർകുന്നിൽ ചായക്കട എന്ന പേരിൽ ആരംഭിച്ച തട്ടുകട പരാതിയുടെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണെന്ന് കാണിച്ച് നഗരസഭയ്ക്കും പാർട്ടിക്കും എതിരെ UDF ഉയർത്തിയ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് CPM നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം KP ഷാജിയും UDFിൻ്റെ നേതാക്കളും നടത്തിയ പത്രസമ്മേളനം ഇരിട്ടി നഗരസഭയ്ക്കും അതുപോലെ K സുരേഷിനെയും വ്യക്തിപരമായി അപവാദപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് നടത്തിയത്. അതിൻ്റെ വസ്തുത ജനങ്ങൾ അറിയണം. KP ഷാജി PWD സ്ഥലത്ത് പുറമ്പോക്കിൻ്റെ തട്ടുകടയുണ്ടാക്കി ലീസിന് കൊടുക്കുകയായിരുന്നു. അതാണ് സ്വന്തം ലൈസൻസ് എടുത്തിട്ട് നടത്തുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. സ്വന്തം സ്ഥാപനത്തിൽ യൂസ്ഡ് കാറിൻ്റെ ലൈസൻസ് നേരത്തെ ഷാജി എടുത്തിട്ടുണ്ട്. ആ യൂസ്ഡ് കാറിൻ്റെ മറവിലാണ് ഇപ്പം തട്ടുകട സ്വന്തം തട്ടുകടയുണ്ടാക്കി ദിവസം 1200 രൂപ വാടകയ്ക്ക് ഒരു പാവപ്പെട്ട കുടുംബം അവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ആ പാവപ്പെട്ട കുടുംബത്തിൽ ഒട്ടാകെ ഒരു ദിവസം 2000 രൂപ വരുമാനം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ 1200 രൂപയും ഷാജിക്ക് നൽകേണ്ട ഗതികേടിലാണ് ആ പാവപ്പെട്ട കുടുംബം ഉള്ളത്. അതിന് പുറമെ അയാളെടുക്കുന്ന നേരത്തെ ഡെപ്പോസിറ്റായിട്ട് വലിയ പൈസ വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഗവൺമെൻറ് സ്ഥലം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഷാജി നടത്തുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ സമൂഹം തിരിച്ചറിയണം. CPMനെയും അതുപോലെ നഗരസഭയെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള അപവാദ പ്രചരണങ്ങളാണ് ഷാജി നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സുരേഷ് സൂചിപ്പിച്ച മാതിരി നരയമ്പാറയിലും വളരക്കുന്ന് മുതൽ ഇരിട്ടി പാലം വരെ പാവപ്പെട്ട ആളുകൾ തട്ടുകട നടത്തുന്നതിനൊന്നും പാർട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ആരും എതിരല്ല. പാവപ്പെട്ടവർക്ക് ഇരിട്ടി നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് തട്ടുകട നടത്തുന്നതിന് ആവശ്യമായ ലൈസൻസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഉള്ള സഹായം നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് ഷാജി തിരിച്ചറിയണം. അത് മനസ്സിലാക്കാതെയാണ് ഷാജി ഇത്തരം നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. UDFിൻ്റെ നേതാക്കളെ ഷാജി തെറ്റിദ്ധരിപ്പിച്ചതാണ്. പ്രത്യേകിച്ചും മുണ്ടേരി ഇബ്രാഹിം വസ്തുത മനസ്സിലാകാതെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ വസ്തുത ഉൾപ്പെടെ മനസ്സിലാക്കുമ്പം ഷാജി പറഞ്ഞ കാര്യം എത്രത്തോളം ഉണ്ട് എന്ന് ഒരു പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇരിട്ടി നഗരസഭയ്ക്കും അതുപോലെ നമ്മുടെ പുന്നാട് ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് K സുരേഷിനുമെതിരെ വസ്തുത നിരക്കാത്ത ആരോപണങ്ങൾ കീഴൂർകുന്നിലെ ഒരു തട്ടുകടയുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി പത്രസമ്മേളനം നടത്തുകയും ലോക്കൽ കമ്മിറ്റിക്കെതിരെയും അതുപോലെ മുനിസിപ്പാലിറ്റിക്കെതിരെയും വസ്തുതാപരമല്ലാത്ത നിരവധി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കീഴൂർകുന്നിലെ തട്ടുകടയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൊല്ലപ്പറമ്പിൽ ഷാജി എന്ന കോൺഗ്രസ് UDFിൻ്റെ നേതാവ് ധനസമാഹരണം നടത്തുന്ന ഭാഗമായാണ് ഈ തട്ടുകട എന്ന വ്യാജേന അവിടെ നടത്തിയിട്ടത്. സാധാരണ രീതിയിലുള്ള തട്ടുകടയല്ല, വലിയ സാമ്പത്തിക ലാഭം കൊയ്തെടുക്കാം എന്ന ധാരണയുടെ ഭാഗമായി അവിടെ UDF നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഷാജി നേരത്തെ തന്നെ അവിടെ യൂസ്ഡ് കാറിൻ്റെ മറവിൽ മുനിസിപ്പാലിറ്റി അനുമതിയില്ലാതെ ഒരു തട്ടുകടയുടെ ഭാഗമായി വലിയ സാമ്പത്തിക സമാഹരണം നടത്താം എന്ന കൗശലത്തിൻ്റെ ഭാഗമായാണ് അവിടെ തട്ടുകട നടത്തിയത്. പക്ഷേ മുനിസിപ്പാലിറ്റി അനുമതി അവിടെ ഇല്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അനുമതി വാങ്ങി നടത്തുന്നതിന് നമ്മൾ തടസ്സമില്ല. പക്ഷേ തെറ്റായ വസ്തുതകൾ നിരക്കാത്ത, അതുമാത്രമല്ല UDF നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ പത്രസമ്മേളനം നടത്തിയത്. വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട സുരേഷിന് കാര്യങ്ങൾ അറിയാം. മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ സുരേഷും അതുപോലെ നമ്മുടെ ഏരിയ കമ്മിറ്റി സഹോദരൻ രാജൻ വഴിയുണ്ട്. അവരത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതുകൊണ്ട് പാർട്ടിക്കും അതുപോലെ മുനിസിപ്പാലിറ്റിക്കെതിരായ അപവാദ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് അത് ജനങ്ങളെ തുറന്നു കാണിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചത്. പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുഴുവൻ അവാസ്തവമായ കാര്യങ്ങളാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. കൊല്ലപ്പറമ്പിൽ ഷാജിയായി വ്യക്തിപരമായിട്ടുള്ള ഒരു എതിർപ്പും നമുക്ക് ആർക്കും, നമ്മുടെ പാർട്ടിക്കും നമുക്കും ഇല്ല. ഷാജി എന്നുള്ളത് എല്ലാവരെയും വിമർശിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആണ് നമ്മളെല്ലാവരും കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം മുണ്ടേരിയാണ് പത്രസമ്മേളനം നടത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം മുണ്ടേരിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയവും അറിയില്ല. അറിയാത്ത കാര്യങ്ങളാണ് പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നെ വ്യക്തിപരമായിട്ട് അതിൻ്റെ അകത്ത് പേരെടുത്ത് പറയുന്നുണ്ട്. അവിടെ പരാജയപ്പെട്ടതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. നിയമപരമായിട്ടാണ് തട്ടുകട പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിട്ടുള്ളതെന്നാണ് ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് തികച്ചും വാസ്തവ വിരുദ്ധമായ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. തട്ടുകടയായി ബന്ധപ്പെട്ട് ഇബ്രാഹിം മുണ്ടേരി തന്നെ സൂചിപ്പിക്കുന്നത് എല്ലാ കടലാസും റെഡിയാക്കിക്കൊണ്ടാണ് തട്ടുകട നടത്തിയത് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂസ്ഡ് കാറിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം അവിടെ തുടങ്ങുകയും അതിനുവേണ്ടി ലൈസൻസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറവിലാണ് ഏകദേശം ഒരു തട്ടുകട തട്ടിക്കൂട്ടി
PWD റോഡിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തട്ടുകട നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കീഴൂർ കുന്നിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് പരാതി കൊടുക്കാൻ പോയിട്ടുള്ളത്. അല്ലാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാജിക്ക് നമുക്കറിയാം LDFനെതിരായിട്ട് ഒരു 5 വോട്ട് മറിക്കാൻ കഴിവില്ല ഒരാളല്ല ഷാജി. അത് കുറേയധികം കാര്യങ്ങൾ ഷാജി പറഞ്ഞു. ഷാജിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഇബ്രാഹിം മുണ്ടേരിയാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ 2 വാർഡുകളിൽ പരാജയപ്പെടുത്താനുള്ള കാരണം ഈ ഷാജിയാണ്, അതുകൊണ്ടാണ് ഷാജിയോട് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം എന്ന് പറഞ്ഞത്. എനിക്ക് എതിരെ മത്സരിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, കൗൺസിലറായിട്ടുള്ള ഉണ്ണികൃഷ്ണനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വെറുപ്പില്ല. പക്ഷേ ഷാജിയോടുള്ള വെറുപ്പ് പരസ്യമായി നമ്മുടെ പാർട്ടിയെ വെല്ലുവിളിക്കുകയും ഇതേപോലെയുള്ള തട്ടുകടകൾക്കെതിരായിട്ട് പരാതി അദാലത്തിലടക്കം നമ്മുടെ താലൂക്ക് സമിതിയിലടക്കം പരാതി കൊടുക്കുന്ന ഷാജിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു തട്ടുകട ഇതായിട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇബ്രാഹിം മുണ്ടേരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഇബ്രാഹിം മുണ്ടേരിയെ സംരക്ഷിച്ചത് ശരിക്കും കോൺഗ്രസ് പാർട്ടി എന്നുള്ള രീതിയിലല്ല സംരക്ഷിച്ചിട്ടുള്ളത്. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇബ്രാഹിം മുണ്ടേരി കൊത്തുകിട്ടി റോഡുമിൽ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നമ്മളെ പാർട്ടി സഹാക്കളാണ് എടുത്ത് ആസ്പത്രിയിൽ കൊണ്ടുപോയി രക്തടക്കം കൊടുത്തിട്ട് ജീവിച്ചു കൊണ്ടുതന്നെയാണ് ഇബ്രാഹിം മുണ്ടേരി. ഇതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇബ്രാഹിം മുണ്ടേരിക്ക് കഴിയണം. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബിസിനസ്സിൽ ഷെയർ ഉണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ ലീഗ് നേതാവ് എന്നുള്ള രീതിയിൽ ഇബ്രാഹിം മുണ്ടേരി മുതിരരുതെന്നാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിനീതമായി പറയാനുള്ളത്. അപ്പോൾ ഷാജിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമപരമല്ലാത്ത രീതിയിൽ കച്ചവടം നടത്തിയത് കൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഷാജി പറഞ്ഞ 1-2 ദിവസം 5 കുടുംബങ്ങൾക്ക് ഈ തട്ടുകടയെ കൊണ്ട് ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 5 കുടുംബങ്ങളല്ല, ഒരു ദിവസം രാവിലെ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവ് അടക്കാൻ അവിടെ കച്ചവടം വേണ്ടി ചെയ്യാൻ വേണ്ടി ഇവൻ ലീസിന് കൊടുക്കുക ചെയ്യുന്നത്. PWDന്റെ സ്ഥലത്ത് തട്ടുകട ഉണ്ടാക്കിയിട്ട് ലീസിന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 3 മണിക്ക് കച്ചവടം തുറന്നു കഴിഞ്ഞാൽ 9 മണിയാകുന്ന സമയത്ത് 1200 രൂപ ഷാജിക്ക് ഈ കച്ചവടം ചെയ്യുന്നയാൾ കൊടുക്കണം. അങ്ങനെ ബിനാമി കച്ചവടമാണ് ഈ ഷാജിയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതും മനസ്സിലാക്കി. സാധാരണ രീതിയിൽ നമുക്കറിയാം വളവര മുതൽ ഇരട്ടി ടൗൺ വരെ കുറേയധികം നമ്മൾ വഴിയോര കച്ചവടക്കാർ ജീവിക്കാൻ വേണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട്. അവർക്കെതിരായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഈ രീതിയിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പരാതി കൊടുത്ത് ഈ കാര്യങ്ങൾ നീക്കിയിട്ടില്ലെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 906423423423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.